തിരുവനന്തപുരത്തെ കന്നിയമ്മാൾ കൊലപാതക കേസ്. ഈ കേസിൽ ഭർത്താവ് മാരിയപ്പനെ ജീവപര്യന്തം ശിക്ഷിച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കി. മാരിയപ്പന്റെ മാനസികാരോഗ്യ നില സംബന്ധിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തണം. മാനസിക നില തൃപ്തികരമെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് വിട്ട് പുനർവിചാരണ നടത്താനുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തിരുവനന്തപുരത്തെ കന്നിയമ്മാൾ കൊലപാതക കേസിൽ ഭർത്താവ് മാരിയപ്പനെ ജീവപര്യന്തം ശിക്ഷിച്ച നടപടി ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് റദ്ദാക്കിയത്. വിചാരണ നീതിപൂർവമല്ലെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി മാരിയപ്പന്റെ മാനസികാരോഗ്യ നില സംബന്ധിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തണമെന്നും നിർദ്ദേശിച്ചു. മാനസിക നില തൃപ്തികരമെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് വിട്ട് പുനർവിചാരണ നടത്താനുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മാനസികാസ്വാസ്ഥ്യം ഉള്ളവർക്ക് നൽകുന്ന ഇളവിന്റെ അടിസ്ഥാനത്തിൽ മാരിയപ്പനെ വിട്ടയക്കുന്ന കാര്യത്തിലും മജിസ്ട്രേറ്റിന് തീരുമാനമെടുക്കാം. 2018 പ്രതിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയച്ചുകൊണ്ട് കേസിന്റെ വിചാരണ കീഴ്ക്കോടതി മാറ്റിവെച്ചിരുന്നു. പിന്നീട് 2019 മാനസികാരോഗ്യ വിദഗ്ധന്റെ ആശുപത്രി വിടുതൽ റിപ്പോർട്ടിന്റെയും വിവരങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിൽ വിചാരണ പുനരാരംഭിച്ചു. ഈ നടപടിയിൽ വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയെന്നും മാനസികാസ്വാസ്ഥ്യമുള്ള പ്രതിക്ക് ലഭിക്കേണ്ട ക്രിമിനൽ നടപടി ചട്ടത്തിലെ ഇളവുകൾ നിഷേധിക്കപ്പെട്ടുവെന്നും ഹൈക്കോടതി കണ്ടെത്തി. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല വിചാരണ നടന്നതെന്നായിരുന്നു അഡ്വക്കേറ്റ് ഗോഡ്വിൻ ജോസഫ് മുഖേന പ്രതി നൽകിയ അപ്പീലിലെ വാദം. 2018 സെപ്റ്റംബർ 23 സംശയത്തിന്റെ പേരിൽ തൂത്തുക്കുടി സ്വദേശിനിയായ കന്നിയമ്മാളിനെ ഭർത്താവ് മാരിയപ്പൻ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ജനം, കൊച്ചി.